നിൻ സ്നേഹം പാടുവാൻ, നിൻ നാമം ഉയർത്തുവാൻ, നിൻ സേവ ചെയ്യുവാൻ, നിന്നെ പുകഴ്ത്തുവാൻ, എന്നേശുവേ എൻ നാഥനേ എൻ ദൈവമേ അങ്ങേ ആരാധിക്കും. കരങ്ങളടിച്ച് നന്ദിയോടെ പാടിക്കേ. എന്നേശുവേ എൻ നാഥനേ എൻ ദൈവമേ അങ്ങേ ആരാധിക്കും. താഴ്ചയിൽ നിന്നെന്നെ ഉയർത്തിയല്ലോ നീ, ആമോദത്താൽ ഞാൻ ആനന്ദം കൊള്ളുന്നു. താഴ്ചയിൽ നിന്നെന്നെ ഉയർത്തിയല്ലോ നീ, ആമോദത്താൽ ഞാൻ ആനന്ദം കൊള്ളുന്നു. എന്നേശുവേ എൻ നാഥനേ എൻ ദൈവമേ അങ്ങേ ആരാധിക്കും. എന്നേശുവേ എൻ നാഥനേ എൻ ദൈവമേ അങ്ങേ ആരാധിക്കും. കർത്താനാം യഹോവേ എന്നെ ഇത്രത്തോളവും കൊണ്ടുവരുവാൻ എൻ ഗ്രഹവും എന്തുള്ളൂ. കർത്താനാം യഹോവേ എന്നെ ഇത്രത്തോളവും കൊണ്ടുവരുവാൻ എൻ ഗ്രഹവും എന്തുള്ളൂ. എന്നേശുവേ എൻ നാഥനേ എൻ ദൈവമേ അങ്ങേ ആരാധിക്കും. നന്ദിയോടെ. എന്നേശുവേ എൻ നാഥനേ എൻ ദൈവമേ അങ്ങേ ആരാധിക്കും. എന്റെ രോഗങ്ങളെ നിൻ കരങ്ങൾ മാറ്റിയേ, വാഗ്ദത്തങ്ങൾ ഓരോന്നും വാസ്തവമായി ഭവിച്ചതിനാൽ എന്റെ രോഗങ്ങളെ നിൻ കരങ്ങൾ മാറ്റിയേ, വാഗ്ദത്തങ്ങൾ ഓരോന്നും വാസ്തവമായി ഭവിച്ചതിനാൽ എന്നേശുവേ എൻ നാഥനേ എൻ ദൈവമേ അങ്ങേ ആരാധിക്കും. എന്നേശുവേ എൻ നാഥനേ എൻ ദൈവമേ അങ്ങേ ആരാധിക്കും. നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റൊന്ന് പാടാം. ആരാധനയ്ക്ക് യോഗ്യനേ എന്നിൽ വാഴുന്നവൻ നീ തന്നെ, നിന്നെ സ്തുതിപ്പാൻ നിന്നെ പുകഴ്ത്താൻ എൻ അധരങ്ങൾ തുറക്കുന്നീതാ. നിന്നെ സ്തുതിപ്പാൻ നിന്നെ പുകഴ്ത്താൻ എൻ അധരങ്ങൾ തുറക്കുന്നീതാ. കരങ്ങളടിച്ചു നന്ദിയോടെ. ആരാധനയ്ക്ക് യോഗ്യനേ എന്നിൽ വാഴുന്നവൻ നീ തന്നെ, നിന്നെ സ്തുതി
തുറക്കുന്നീതാ. നിന്നെ സ്തുതിപ്പാൻ നിന്നെ പുകഴ്ത്താൻ എൻ അധരങ്ങൾ തുറക്കുന്നീതാ. ദേവന്മാരിൽ നീ ഉന്നതൻ, ദൂതർ ആരാധിക്കും വല്ലഭൻ. ദേവന്മാരിൽ നീ ഉന്നതൻ, ദൂതർ ആരാധിക്കും വല്ലഭൻ. സാറാപ്പുകൾ സ്തുതിച്ചാർക്കും പരിശുദ്ധൻ പരിശുദ്ധനെന്ന് നാമം പാടും ഗീതങ്ങൾ, വീണ്ടെടുപ്പിൻ ഗാനങ്ങൾ. സാറാപ്പുകൾ സ്തുതിച്ചാർക്കും പരിശുദ്ധൻ പരിശുദ്ധനെന്ന് നാമം പാടും ഗീതങ്ങൾ, വീണ്ടെടുപ്പിൻ ഗാനങ്ങൾ. ആരാധനയ്ക്ക് യോഗ്യനേ എന്നിൽ വാഴുന്നവൻ നീ തന്നെ. നിന്നെ സ്തുതിപ്പാൻ നിന്നെ പുകഴ്ത്താൻ എൻ അധരങ്ങൾ തുറക്കുന്നീതാ. നിന്നെ സ്തുതിപ്പാൻ നിന്നെ പുകഴ്ത്താൻ എൻ അധരങ്ങൾ തുറക്കുന്നീതാ. എൻ പേർക്കായ യേശു ക്രൂശിൽ പൊന്നിണം ചിന്തി യാഗമായി. എൻ പേർക്കായ യേശു ക്രൂശിൽ പൊന്നിണം ചിന്തി യാഗമായി. വൻസങ്കടങ്ങൾ മാറ്റുവാൻ എൻ പാപക്കടങ്ങൾ പോക്കുവാൻ എൻ ശാപമെല്ലാം നീക്കുവാൻ വൻകൃപ ചൊരിഞ്ഞവനേ. സങ്കടങ്ങൾ മാറ്റുവാൻ എൻ പാപക്കടങ്ങൾ പോക്കുവാൻ എൻ ശാപമെല്ലാം നീക്കുവാൻ വൻകൃപ ചൊരിഞ്ഞവനേ. ആരാധനയ്ക്ക് യോഗ്യനേ എന്നിൽ വാഴുന്നവൻ നീ തന്നെ. നിന്നെ സ്തുതിപ്പാൻ നിന്നെ പുകഴ്ത്താൻ എൻ അധരങ്ങൾ തുറക്കുന്നീതാ. നിന്നെ സ്തുതിപ്പാൻ നിന്നെ പുകഴ്ത്താൻ എൻ അധരങ്ങൾ തുറക്കുന്നീതാ. മേഘാരുടനായി വേഗം വന്നിടും വാനാധിവാനവും നടുങ്ങിടും. മേഘാരുടനായി വേഗം വന്നിടും വാനാധിവാനവും നടുങ്ങിടും. കാഹളം മുഴങ്ങിടും മണ്ണിൽ നിന്നുയരും വിശുദ്ധരും കണ്ണീമയ്ക്കും നേരം പറന്നിടും മന്നവനോട് മറന്നിടും. മണ്ണിൽ കാഹളം മുഴങ്ങിടും മണ്ണിൽ നിന്നുയരും വിശുദ്ധരും കണ്ണീമയ്ക്കും നേരം പറന്നിടും മന്നവനോട് മറന്നിടും. ആരാധനയ്ക്ക് യോഗ്യനേ എന്നിൽ വാഴുന്നവൻ നീ തന്നെ. നിന്നെ സ്തുതിപ്പാൻ നിന്നെ പുകഴ്ത്താൻ എൻ അധരങ്ങൾ തുറക്കുന്നീതാ. നിന്നെ സ്തുതിപ്പാൻ നിന്നെ പുകഴ്ത്താൻ എൻ അധരങ്ങൾ തുറക്കുന്നീതാ. നിന്നെ സ്തുതിപ്പാൻ നിന്നെ പുകഴ്ത്താൻ എൻ അധരങ്ങൾ തുറക്കുന്നീതാ.
ഹല്ലേലൂയ. പ്ലീസ് ബി സീറ്റ്. ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ആമേൻ. എല്ലാ വർഷവും നമ്മുടെ ചർച്ചിനോടുള്ള ബന്ധത്തിൽ നാം ആ വർഷത്തിനൊരു പ്രത്യേക ടൈറ്റിൽ കൊടുക്കാറുണ്ട്. ഈ വർഷം 2015 അങ്ങനെ എന്ത് ടൈറ്റിൽ നൽകണം എന്ന് ഞങ്ങൾ ചിന്തിച്ചപ്പോൾ പാസ്റ്റർ ജോബി സജസ്റ്റ് ചെയ്തതാണ് ഇയർ ഓഫ് ദ ലോർഡ്സ് ഫേവർ. എന്താണ് 2015 ടൈറ്റിൽ എന്ന് പറഞ്ഞേ? ഇയർ ഓഫ് ദ ലോർഡ്സ് ഫേവർ. 2015 ഇയർ ഓഫ് ദ ലോർഡ്സ് ഫേവർ. അടുത്തിരിക്കുന്ന ആൾക്ക് കരം കൊടുത്തിട്ട് പറ 2015 ഇയർ ഓഫ് ദ ലോർഡ്സ് ഫേവർ. ആമേൻ. ഫേവർ എന്നതിനെ ഒരു മലയാള വാക്കിൽ പറഞ്ഞൊതുക്കുവാനായിട്ട് സാധ്യമല്ല. എങ്കിലും കൃപ, കരുണ, ദയ, പ്രസാദം എന്നെല്ലാം പറയാം. അതായത് ദൈവത്തിൻ്റെ കൃപയുടെയും കരുണയുടെയും ദയയുടെയും പ്രസാദത്തിൻ്റെയും എല്ലാം വർഷം. ഫേവർ എന്നതിനെ ഓക്സ്ഫോർഡ് ഡിക്ഷണറി നൽകിയിരിക്കുന്ന ഡെഫിനിഷൻ എ കൈൻഡ്ലി ഓർ ഹെൽപ്ഫുൾ ആക്ട് ബിയോണ്ട് വാട്ട് ഈസ് ഡ്യൂ. എ കൈൻഡ്ലി ഓർ ഹെൽപ്ഫുൾ ആക്ട് ബിയോണ്ട് വാട്ട് ഈസ് ഡ്യൂ. ദൈവത്തിൻ്റെ ഫേവർ ലഭിക്കുക എന്നാൽ കിട്ടാൻ യോഗ്യതയുള്ളതിലും ഉപരിയായി ഒരു ദയയുടെയും സഹായത്തിൻ്റെയും പ്രവൃത്തി ദൈവത്തിൻ്റെ പ്രസാദത്തിലൂടെ ലഭിക്കുക എന്നതാണ്. ചില നാളുകൾക്ക് മുമ്പ് ഞാനൊരു ഓഫീസിൽ ചില പേപ്പറുകളുമായിട്ടൊരു ഓഫീസറെ കാണുവാൻ ചെന്നു. ആ പേപ്പറുകൾ അദ്ദേഹത്തിന് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നോട് അദ്ദേഹം പറഞ്ഞു 20 ദിവസം കഴിഞ്ഞിട്ട് ഓഫീസിൽ വരാൻ പറഞ്ഞു. ഞാൻ 20 ദിവസം കഴിഞ്ഞ് ഓഫീസിൽ ചെന്നപ്പോൾ ആ ഓഫീസർ എന്നോട് പറഞ്ഞു അടുത്ത ടേബിളിലേക്ക് പോകുവാൻ പറഞ്ഞു. ഞാൻ ആ ടേബിളിൽ ചെന്ന് അവിടുത്തെ ഓഫീസറെ കണ്ടപ്പോൾ അദ്ദേഹം ആ ഫയലെല്ലാം മറിച്ച് നോക്കി, എൻ്റെ മുഖത്തോട്ട് നോക്കി. ഞാനപ്പോൾ ആ ഓഫീസിലുള്ള മറ്റുള്ളവരെ ഇങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് പരിചയമുള്ളൊരു ഓഫീസർ ഒരു ക്യാബിനിലിരിക്കുന്നതാണ്. അപ്പം ഞാൻ എന്നെ അറ്റൻഡ് ചെയ്യുന്ന ഓഫീസറോട് പറഞ്ഞു, സാറേ ഞാനിപ്പോൾ തന്നെ വരാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് പരിചയമുള്ള ഓഫീസറെ കാണുവാൻ ചെന്നു. അപ്പോൾ ആ ഓഫീസർ എന്നെ കണ്ടപ്പോൾ ഓ സാംസൺ ആണോ, ഇരിക്കൂ എന്നും പറഞ്ഞൊരു കസേരയിട്ട് തന്നു. ഞാനിരുന്നു. ഞങ്ങളങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആ പേപ്പർ ശരിയാക്കുവാനായിട്ട് ചെന്ന ഓഫീസർ ആ ഫയലുമായിട്ട് ഈ ടേബിളിൽ വന്നു. നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടല്ലേ എന്ന് ചോദിച്ചു. അതേ എന്ന് പറഞ്ഞു. അപ്പം എന്നെ അന്നേരം അറ്റൻഡ് ചെയ്യുന്ന എൻ്റെ പരിചയമുള്ള ഓഫീസർ ആ ഫയൽ എടുത്ത് നോക്കിയിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു, സാംസ, ഈ ഫയലും കൊണ്ട് പോയാൽ ഈ ജന്മം പാഴാകും. ഈ ഫയലും കൊണ്ട് ഇങ്ങനെ കയറി ഇറങ്ങി നടക്കാമെന്നല്ലാതെ യാതൊരു പ്രയോജനമില്ല. 5 മിനിറ്റ് ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. 5 മിനിറ്റ് പോയി സീനിയർ ഓഫീസറെ കണ്ടു വന്നിട്ട് എന്നോട് പറഞ്ഞു 2 ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. ഞാൻ 2 ദിവസം കഴിഞ്ഞ് ചെന്നപ്പോൾ ആ ഫയല് അവിടെ ഓക്കെ ആയിട്ട് എൻ്റെ കയ്യിൽ തരുവാനായിട്ട് ഇടയായി. പ്രിയപ്പെട്ടവരെ, കിട്ടാൻ യോഗ്യതയുള്ളതിലും ഉപരിയായി ഒരു ദയയുടെയും സഹായത്തിൻ്റെയും പ്രവൃത്തി ദൈവത്തിൻ്റെ പ്രസാദത്തിലൂടെ ഒരു വ്യക്തിക്ക് ലഭിക്കുന്നതിനാണ് ലോർഡ്സ് ഫേവർ എന്ന് പറയുന്നത്. സങ്കീർത്തനം 5:12 പറയുന്നു, യഹോവേ നീ നീതിമാനെ അനുഗ്രഹിക്കും, പരിച കൊണ്ടെന്ന പോലെ നീ ദയ കൊണ്ട് അവനെ മറയ്ക്കും. ഇംഗ്ലീഷിൽ ഇങ്ങനെ വായിക്കാം, ഫോർ ഷുവർലി ഓ ലോർഡ് യു ബ്ലസ് ദ റൈച്ചസ്, യു സറൗണ്ട് ദം വിത്ത് യുവർ ഫേവർ ആസ് വിത്ത് എ ഷീൽഡ്. ദൈവം നീതിമാനെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. യു സറൗണ്ട് ദം വിത്ത് യുവർ ഫേവർ ആസ് വിത്ത് എ ഷീൽഡ്. ഷീൽഡ്, പരിച, ശത്രുവിൻ്റെ എല്ലാ ആക്രമണങ്ങളിൽ നിന്നും, വാളിൽ നിന്നും, അമ്പിൽ നിന്നും എല്ലാം ഒരു പടയാളിയെ കാക്കുന്നതാണ് ഷീൽഡ്. ഇവിടെ പറയുന്നു ദൈവത്തിൻ്റെ ഫേവർ നീതിമാനെ പരിച കൊണ്ടെന്ന പോലെ മറയ്ക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൻ്റെ ഫേവർ നമ്മളെ ഓരോരുത്തരെയും ഒരു പടയാളിയെ ഒരു പരിച മറയ്ക്കുന്നത് പോലെ മറയ്ക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നതാണ്. ഹല്ലേലൂയ. ബൈബിളിലെ ജോസഫിനെ നമുക്കറിയാം. സഹോദരന്മാരുടെ ചതിയിൽപ്പെട്ട് മിസ്രൈമിൽ ഒരു അടിമയായിട്ടാണ് ജോസഫ് വന്നത്. പൊത്തിഫർ എന്ന ഓഫീസർ ജോസഫിനെ അടിമയായിട്ട് വാങ്ങി. എന്നാൽ അവിടെയും പൊത്തിഫറിൻ്റെ ഭാര്യയുടെ ചതിയിലൂടെ ജോസഫ് കാരാഗ്രഹത്തിലെത്തി. ജീവിതത്തിൽ വളരെ അന്യായം സഹിക്കേണ്ടി വന്ന ഒരു നീതിമാനായിരുന്നു യോസഫ്.
പ്രിയപ്പെട്ടവരെ, തടവിൽ കിടക്കുന്ന അടിമയ്ക്ക് യാതൊരു വിലയുമില്ല. എന്നാൽ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട യോസഫിന് ഒരു വിലപ്പെട്ട കാര്യം ലഭിച്ചു. എന്താണെന്നറിയാവോ? ലോർഡ്സ് ഫേവർ. ഉൽപ്പത്തി 39:20 പറയുന്നു, യോസഫിന്റെ യജമാനൻ, അതായത് പൊത്തിഫർ, അവനെ പിടിച്ച് രാജാവിൻ്റെ ബദ്ധന്മാർ കിടക്കുന്ന കാരാഗ്രഹത്തിൽ ആക്കി. അങ്ങനെ അവൻ കാരാഗ്രഹത്തിൽ കിടന്നു. യോസഫിനെ സംബന്ധിച്ച് മുമ്പോട്ട് യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ല. ആരാരും സ്വന്തമെന്ന് പറയാനില്ലാത്ത ഒരു അന്യദേശത്താണ്. താനൊരു അടിമയാണ്. ചോദിക്കാനും പറയാനും ആരുമില്ല. തനിക്ക് വേണ്ടി ന്യായം പറയുവാനായിട്ട് ആ ദേശത്ത് ആരുമില്ല. എന്നാൽ ഉൽപ്പത്തി 39:21 എന്നാൽ യഹോവ, ബട്ട് ദ ലോർഡ് വാസ് വിത്ത് ജോസഫ്. യഹോവ യോസഫിനോട് കൂടെ ഇരുന്നു, കാരാഗ്രഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്കവണ്ണം അവന് കൃപ നൽകി. ഇംഗ്ലീഷിൽ, ബട്ട് ദ ലോർഡ് വാസ് വിത്ത് ജോസഫ് ആൻഡ് ഷോഡ് ഹിം മേഴ്സി ആൻഡ് ഗേവ് ഹിം ഫേവർ ഇൻ ദ സൈറ്റ് ഓഫ് ദ കീപ്പർ ഓഫ് ദ പ്രിസൺ. മറ്റാരും തുണയില്ലാത്ത, സഹായിക്കാനില്ലാത്ത യോസഫിനോടുകൂടെ യഹോവ ഇരുന്നു. The Lord gave him favor in the sight of the keeper of the prison. ദൈവത്തിൻ്റെ ഫേവർ യോസഫിന് നൽകിയപ്പോൾ കാരാഗ്രഹ പ്രമാണിക്ക് യോസഫിനോട് ദയ തോന്നുവാനായിട്ട് ഇടയായി. ആ ഓഫീസറിന് മറ്റാരോടും തോന്നാത്ത, മറ്റൊരു ജയിൽ പുള്ളിയോടും തോന്നാത്ത ദയയും കരുതലും യോസഫിനോട് തോന്നിച്ച ദൈവത്തിൻ്റെ ഫേവർ, പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്കുള്ളത് കൊണ്ട് ശ്രദ്ധിക്കുക. ചില പ്രശ്നങ്ങളുടെ നടുവിൽ ഒറ്റപ്പെടുന്ന സമയത്ത് അർഹിക്കാത്ത ചില സഹായങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ടിടയായും. ഏറ്റെടുക്കേണ്ടവർക്ക് ആമേൻ പറയാവുന്നതാണ്. ഒരു വഴിയുമില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ ചില പുതിയ വഴികൾ നിങ്ങളുടെ മുമ്പിൽ തുറന്നു വരുന്നത് നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. 2015 അതിൻ്റെ വർഷമായിട്ട് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ദൈവത്തിൻ്റെ ഫേവർ ഉണ്ടായിരുന്നത് കൊണ്ട് ഒരു അടിമയായി അന്യദേശത്ത് വന്ന യോസഫ് ആ രാജ്യത്തെ ഫറവോൻ കഴിഞ്ഞാൽ ഏറ്റവും ഉയർന്ന പദവിയിലേക്ക് ഉയർത്തപ്പെടുവാനായിട്ട് ഇടയായി. ദൈവത്തിൻ്റെ ഫേവർ. പലരും എഴുതിത്തള്ളിയ നിങ്ങളുടെ ജീവിതത്തെ, അല്ല, നിങ്ങൾ പോലും സ്വയം ചിന്തിച്ചു കാണും, ഇനി എൻ്റെ ജീവിതം എങ്ങനെ മുമ്പോട്ട് പോകുമെന്ന് ചിന്തിച്ചു കാണും. അതേ ജീവിതത്തെ ആര് നിങ്ങളെ നിന്ദിച്ചോ അതേ ജനത്തിൻ്റെ മുമ്പിൽ മാനിച്ചിരുത്തുന്ന ദൈവത്തിൻ്റെ ലോർഡ്സ് ഫേവർ 2015 നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. പൊട്ടക്കിണറിൻ്റെ ഏകാന്തതയിലും പൊട്ടിത്തകർന്നിടല്ലേ, പൊത്തിഫറിൻ വീട്ടിൽ നിന്ദിതനായാലും നിരാശനായിടല്ലേ, പൊട്ടക്കിണറിൻ്റെ ഏകാന്തതയിലും പൊട്ടിത്തകർന്നിടല്ലേ, പൊത്തിഫറിൻ വീട്ടിൽ നിന്ദിതനായാലും നിരാശനായിടല്ലേ. പിന്നത്തേതിൽ ദൈവം മാനിച്ചിടും, ഫറവോനും നിന്നെ മാനിച്ചിടും. പിന്നത്തേതിൽ ദൈവം മാനിച്ചിടും, ഫറവോനും നിന്നെ മാനിച്ചിടും. നമ്മെ ജയോത്സവമായി വഴി നടത്തുന്ന നല്ലൊരു പാലകൻ യേശുവല്ലയോ, നിന്ദിച്ചോരുടെ മുമ്പിൽ മാനിച്ചു നടത്തുന്ന നല്ലൊരു യേശുവല്ലയോ. ഹല്ലേലൂയ പാടി ജയം ഘോഷിക്കാം, അല്ലലെല്ലാം മറന്നാർത്തുപാടാം, എല്ലാ നാവും ചേർന്നാഘോഷിക്കാം, വല്ലഭനെ എന്നും ആരാധിക്കാം. നമ്മെ ജയോത്സവമായി വഴി നടത്തുന്ന നല്ലൊരു പാലകൻ യേശുവല്ലയോ, നിന്നിച്ചോരുടെ മുമ്പിൽ മാനിച്ചു നടത്തുന്ന നല്ലൊരു ദൈവമേ യേശുവല്ലയോ. കണ്ണുനീർ കാണുവാൻ ഓദിച്ച ശത്രുക്കൾ ചിന്ന ഭിന്നമായി പോയി, കഷ്ടത വരുത്തുവാൻ ശ്രമിച്ച വിരോധികൾ കഷ്ടത്തിലായി പോയി. കർത്താവിൻ്റെ കൃപ കൂടെയുള്ളപ്പോൾ കൺമണി പോലവൻ കാത്തുകൊള്ളും. കർത്താവിൻ്റെ കൃപ കൂടെയുള്ളപ്പോൾ കൺമണി പോലവൻ കാത്തുകൊള്ളും.
നമ്മെ ജയോത്സവമായി വഴി നടത്തുന്ന നല്ലൊരു പാലകൻ യേശുവല്ലയോ. നിന്നിച്ചോരുടെ മുമ്പിൽ മാനിച്ചു നടത്തുന്ന നല്ലൊരു ദൈവമീ യേശുവല്ലയോ. ഹല്ലേലൂയ പാടി ജയം ഘോഷിക്കാം, അല്ലലെല്ലാം മറന്നാർത്തു പാടാം, എല്ലാ നാവും ചേർന്നാഘോഷിക്കാം, വല്ലഭനെ എന്നും ആരാധിക്കാം. നമ്മെ ജയോത്സവമായി വഴി നടത്തുന്ന നല്ലൊരു പാലകൻ യേശുവല്ലയോ. നിന്നിച്ചോരുടെ മുമ്പിൽ മാനിച്ചു നടത്തുന്ന നല്ലൊരു ദൈവമീ യേശുവല്ലയോ. ദൈവത്തിൻ്റെ ഫേവർ ലഭിച്ച ഇസ്രായേൽ ജനത്തെപ്പറ്റി പുറപ്പാട് പുസ്തകത്തിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നു. പുറപ്പാട് 3:21, ഞാൻ മിസ്രയീമ്യർക്ക് ഈ ജനത്തോട് കൃപ തോന്നുമാറാക്കും, നിങ്ങൾ പോരുമ്പോൾ വെറും കൈയായി പോരേണ്ടി വരികയില്ല. പുറപ്പാട് 11:3 കൂടി വായിക്കാം. യഹോവ മിസ്രയീമ്യർക്ക് ജനത്തോട് കൃപ തോന്നുവാൻ ഇടയാക്കി, വിശേഷാൽ മോശ എന്ന പുരുഷനെ മിസ്രയീം ദേശത്തെ ഫറവോന്റെ ഭൃത്യന്മാരും പ്രജകളും മഹാശ്രേഷ്ഠനായി വിചാരിച്ചു. ഇവിടെയും ദ ലോർഡ് ഗേവ് ദ പീപ്പിൾ ഫേവർ ഇൻ ദ സൈറ്റ് ഓഫ് ദ ഈജിപ്ഷ്യൻസ് എന്നാണ്. 400 വർഷമായിട്ട് മിസ്രയീമിൽ അടിമകളായിട്ട് വേല ചെയ്യുകയായിരുന്നു ഇസ്രായേൽ ജനം. തൻ്റെ സമയമായപ്പോൾ മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനത്തെ ദൈവം വിടുവിക്കുമ്പോൾ അതുവരെ അവരെ പീഡിപ്പിച്ച മിസ്രയീമ്യർക്ക് ജനത്തോട് കൃപ തോന്നുവാൻ ദൈവത്തിൻ്റെ ഫേവർ ഇടയാക്കി. ഹല്ലേലൂയ. നിങ്ങളോട് അന്യായം ചെയ്തവര്, ശത്രുക്കളായിരുന്നവര്, നിങ്ങളെ ഉപദ്രവിച്ചവർക്ക് നിങ്ങളോടുള്ള കയ്പുകൾ മാറിയിട്ട് അവർക്ക് നിങ്ങളോട് കരുണയും ദയയും സ്നേഹവും തോന്നുവാൻ ദൈവത്തിൻ്റെ ഫേവർ 2015 ഇടയാക്കും. ആമേൻ. സദൃശവാക്യം 16:7 പറയുന്നു, ഒരുത്തന്റെ വഴികൾ യഹോവയ്ക്ക് ഇഷ്ടമായിരിക്കുമ്പോൾ അവനവന്റെ ശത്രുക്കളെയും അവനോട് ഇണക്കുന്നു. ഹല്ലേലൂയ. ഈ വർഷം നിങ്ങളോട് ശത്രുത കാണിച്ചിട്ടുള്ളവർ നിങ്ങളോട് സ്നേഹത്തോടെ പെരുമാറുവാൻ യേശുവിൻ്റെ നാമത്തിൽ ഇടവരട്ടെ എന്ന് കൽപ്പിക്കുന്നു. നിങ്ങളെ ഇഷ്ടമില്ലാത്ത നിങ്ങളുടെ അയൽവാസികൾക്ക് നിങ്ങളുടെ കൃപ തോന്നുവാനായിട്ട് ഇടയാകട്ടെ. ദൈവത്തിൻ്റെ ഫേവർ വന്നാൽ നിങ്ങളോട് സ്നേഹം കാണിക്കാത്ത കുടുംബാംഗങ്ങളുടെ മനോഭാവം മാറി അവർ ദയയും കരുണയും നിങ്ങളോട് കാണിക്കുവാനായിട്ട് ആരംഭിക്കും. നിങ്ങളോട് സ്നേഹത്തിൽ ഇടപെടാത്ത ജീവിത പങ്കാളി, അമ്മായിയപ്പൻ, അമ്മായിയമ്മ, മക്കള് നിങ്ങളോടുള്ള മനോഭാവം മാറി കരുണയോടെ ഇടപെടുന്ന ദിവസങ്ങൾ മുൻപിലുണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ ഓഫീസേഴ്സ് നിങ്ങളോട് കരുണയോടെ ഇടപെടുന്ന സമയം സമാഗതമായിരിക്കുന്നു. പുറപ്പാട് 12:36 പറയുന്നു, യഹോവ മിസ്രയീമ്യർക്ക് ജനത്തോട് കൃപ തോന്നിച്ചതുകൊണ്ട് അവർ ചോദിച്ചതൊക്കെയും അവർ അവർക്ക് കൊടുത്തു. അങ്ങനെ അവർ മിസ്രയീമ്യരെ കൊള്ളയിട്ടു. ഇസ്രായേൽ ജനം മിസ്രയീമിൽ നിന്ന് പുറപ്പെടുമ്പോൾ മിസ്രയീമ്യരെ കൊള്ളയിടണമെന്ന് ദൈവം പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഇസ്രായേൽ ജനം മിസ്രയീമ്യരോട് വെള്ളിയാഭരണങ്ങളും പൊന്നാഭരണങ്ങളും വസ്ത്രങ്ങളും എല്ലാം ചോദിച്ചു വാങ്ങി എന്ന് നമുക്ക് അറിയാം. അതെന്തുകൊണ്ടായിരിക്കും? ഏകദേശം 400 വർഷം കൂലിയൊന്നും മര്യാദയ്ക്ക് കിട്ടാതെ മിസ്രയീമ്യരുടെ ആട്ടും തുപ്പും സഹിച്ച ഇസ്രായേൽ ജനം അടിമവേല ചെയ്യുകയായിരുന്നു. ഇവരോട് അന്യായം കാണിച്ച മിസ്രയീമ്യർ കൂലിയും അതിൻ്റെ പലിശയും ന്യായമായും അവർക്ക് കൊടുക്കേണ്ടതായിരുന്നു. ദൈവത്തിൻ്റെ ഫേവർ വന്നിറങ്ങിയപ്പോൾ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ഫേവർ അവരുടെ മേൽ വന്നപ്പോൾ അവർ ചോദിച്ചതൊക്കെയും കഠിനഹൃദയരായ മിസ്രയീമ്യർ നൽകുവാനായിട്ട് ഇടയായി. പ്രിയ ദൈവമക്കളേ, ദൈവത്തിൻ്റെ ഫേവർ ഈ വർഷം നിനക്ക് മുമ്പിൽ അന്യായമായി തടഞ്ഞു വെച്ച നിങ്ങളുടെ കൂലി, നിങ്ങൾക്ക് ലഭിക്കേണ്ടത് എല്ലാം തരുവാനായിട്ട് 2015 നിന്റെ ഫേവറിന്റെ വർഷമാണ്. ഹല്ലേലൂയ. കടം മേടിച്ചിട്ട് തിരികെ തരാത്തവർ യേശുവിന്റെ നാമത്തിൽ അത് തിരികെ കൊണ്ടുവന്ന് തരും. അവർക്ക് മനസ്സ് വരുവാനായിട്ട് ഇടയാവും. നിങ്ങൾക്ക് നിഷേധിക്കപ്പെട്ട നന്മകൾ ഈ 2014 വരെ പിശാച് തടഞ്ഞ സകലത്തിന്റെ പൂട്ട് കർത്താവ് തുറക്കുന്ന വർഷമായിരിക്കും 2015. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് ഈ വർഷം നഷ്ടപ്പെട്ടത് തിരികെ ലഭിക്കുവാനായിട്ട് ഇടയാകും.
ക്രൂരമായി നിങ്ങളോട് ഇടപെട്ടവർ തന്നെ നിങ്ങൾക്ക് നന്മയ്ക്ക് കാരണക്കാരായി മാറുന്നത് നിങ്ങൾക്ക് കാണുവാനായി സാധിക്കും. ഒരു പാസ്റ്റർ എന്ന നിലയിൽ ഈ വർഷം ഈ സഭയുടെ ഇയർ ഓഫ് ലോർഡ്സ് ഫേവർ ആയിട്ട് ഞാൻ പ്രൊക്ലെയിം ചെയ്യുകയാണ്. ദൈവത്തിന്റെ ഫേവർ അന്യദേശത്ത് വെച്ച് ലഭിച്ച ഒരു അടിമ ബാലനാണ് ഡാനിയേൽ. ഡാനിയേൽ 1:9. ദൈവം ദാനിയേലിന് ഷണ്ണാധിപന്റെ മുമ്പിൽ ദയയും കരുണയും ലഭിപ്പാൻ ഇടവരുത്തി. ശക്തമായിട്ടുള്ള ബാബിലോൺ സാമ്രാജ്യത്തിൽ ഒരടിമയായി വന്നിട്ട് പടിപടിയായി ഉയർന്ന് അവിടുത്തെ ഏറ്റവും ഉന്നതനായ മന്ത്രിയുടെ പൊസിഷനിൽ ദാനിയേലെത്തി. ഒറ്റ കാരണം എന്താണെന്നറിയോ? He had Lord's favor. Hallelujah. Daniel had Lord's favor. ഈ വർഷം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവർ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ ദൈവത്തിന്റെ ഫേവർ ഉണ്ടായിട്ട് ഉയർച്ച ഉണ്ടാകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. നല്ല ജോലികൾ മക്കൾക്ക് ലഭിക്കുന്നത് കാണുവാൻ സാധിക്കും. ബിസിനസിന്റെ പുതിയ മേഖലകൾ, പുതിയ വാതായനങ്ങൾ വെട്ടി തുറക്കപ്പെടുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ലോർഡ്സ് ഫേവർ ഉണ്ടാകുമ്പോൾ തന്നെ ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ. ജോസഫിന് ലോർഡ്സ് ഫേവർ ലഭിച്ചു എന്ന് നാം കണ്ടു. അപ്പോൾ തന്നെ തൻ്റെ ഏത് സാഹചര്യത്തിന്റെ നടുവിലും ദൈവത്തെ യോസഫ് തള്ളിപ്പറഞ്ഞില്ല. ഏത് സാഹചര്യത്തിന്റെ മുമ്പിലും ഡാനിയേൽ ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, ഏത് സാഹചര്യം നമുക്ക് ചുറ്റും വന്നാലും ദൈവത്തെ ഭയപ്പെടുന്ന, പാപത്തെ വെറുക്കുന്ന യോസഫ് അതിൽ നിന്ന് ഓടിമാറി ജീവിതത്തിന്റെ വിശുദ്ധിയിൽ തന്നെ യോസഫ് സൂക്ഷിക്കുവാനായിട്ട് ഇടയായി. താൻ പ്രധാനമന്ത്രിയായി കഴിഞ്ഞപ്പോൾ, ഒരു രാജ്യത്തിലെ ഏറ്റവും നല്ല പൊസിഷനിൽ വന്നു കഴിഞ്ഞപ്പോൾ, തന്നോട് ദ്രോഹം ചെയ്ത സഹോദരന്മാര് തൻ്റെ മുമ്പിൽ മുട്ടുമടക്കി നിൽക്കേണ്ട സാഹചര്യമുണ്ടായി. യോസഫിന് വേണമെങ്കിൽ ആ സമയത്ത് അവരെ ശിക്ഷിക്കാമായിരുന്നു. നല്ലൊരു വാക്കുകൊണ്ട് പോലും അവരോട് പകരം ചോദിക്കാതെ യോസഫ് തന്നെത്താൻ സൂക്ഷിച്ചു. പ്രിയമക്കളെ, ഈ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മാതൃകയാകട്ടെ. കർത്താവിന് ഇഷ്ടമുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ആകട്ടെ നമ്മുടേത്. അന്യദേശത്ത് സർവ്വ ആഡംബരത്തോടെ രാജഭോജനം ലഭിച്ചപ്പോൾ ഡാനിയേൽ എന്ന അടിമബാലൻ രാജാവിൻ്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധനാക്കുകയില്ല എന്ന് ഹൃദയത്തിൽ നിശ്ചയിച്ചു. ദൈവവചനത്തോടെ ഏറ്റവും അനുസരണമുള്ളവനായി ജീവിക്കുമെന്ന ഒരു നിശ്ചയം ഈ വർഷം എടുക്കുവാനായിട്ട് ദൈവമക്കളെ കർത്താവ് സഹായിക്കട്ടെ. എന്തു വന്നാലും ദൈവവചനത്തിനെതിരായി ഒരു കാര്യവും ഞാൻ ചെയ്യില്ല എന്ന് തീരുമാനമെടുക്കുവാൻ ഇടയാവണം. അപ്പോൾ ദൈവത്തിൻ്റെ ഫേവർ നിങ്ങൾക്ക് അനുഭവിക്കുവാനായിട്ട് ധാരാളമായി ഇടയാകും. ദൈവത്തിൻ്റെ സകല ജനത്തിനെ കൃപ ഫേവർ അനുഭവിച്ച ഒരു ഗ്രൂപ്പായിരുന്നു ആദ്യ നൂറ്റാണ്ടിലെ സഭ. അപ്പോസ്തല പ്രവർത്തികൾ 2:42 മുതൽ 47 വരെയുള്ള വാക്യങ്ങളിൽ ആ സഭയുടെ പ്രവർത്തന രീതി നമുക്ക് വായിക്കാം. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. എല്ലാവർക്കും ഭയമായി. അപ്പോസ്തലന്മാർ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്നു. സകലവും പൊതുവക എന്നെണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവന് ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ഒരുമനപ്പെട്ട് ദിനം പ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും കൊണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിൻ്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. സകല ജനത്തിൻ്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. എൻജോയിങ് ദ ഫേവർ ഓഫ് ഓൾ ദ പീപ്പിൾ. സഭ എന്ന നിലയിൽ ആത്മീകമായി കൂടുതൽ ശക്തിപ്പെട്ട നിലയിൽ നമുക്ക് ഉയരുവാൻ ഈ വർഷം കർത്താവ് ഇടയാക്കട്ടെ. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കുവാൻ, കൂട്ടായ്മ ആചരിക്കുവാൻ, അപ്പം നുറുക്കുവാൻ, പ്രാർത്ഥന കഴിക്കുവാൻ, ഒരുമനപ്പെടുവാൻ, ഉല്ലാസത്തോടെയും ഹൃദയപരമാർത്ഥതയോടെയും തമ്മിൽ ഇടപെടുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ ഈ സഭയിലുള്ളവർ ഈ വർഷം കൂടുതൽ ഉത്സാഹം കാണിക്കണം. സകല ജനത്തിൻ്റെ കൃപ ഈ സഭയ്ക്ക് യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. ഈ ദേശത്തെ അധികാരികൾക്ക്, ഈ സിറ്റിയിലെ അയൽവാസികൾക്ക്, ഈ ദേശക്കാർക്ക് എല്ലാവരും ഈ സിറ്റി ചേഞ്ചേഴ്സ് ചർച്ചിനോട് ഫേവർ തോന്നുവാൻ യേശുവിൻ്റെ നാമത്തിൽ ഇടവരട്ടെ എന്ന് കൽപ്പിക്കുന്നു. നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേക്കാം. This is the year of Lord's favor. അടുത്ത ആൾക്ക് കരം കൊടുത്തിട്ട് പറ, This is the year of Lord's favor. അടുത്ത വർഷത്തിലേക്ക് ചുവട് വയ്ക്കുമ്പോൾ കർത്താവിനോട് പറയാം, കർത്താവേ, നിന്റെ കരങ്ങളിൽ എന്നെ സമർപ്പിക്കുന്നു, എന്നെ ഉപയോഗിക്കണമേ. കൊയർ മുമ്പോട്ട് വന്നട്ടെ. നിനക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്നെ രൂപപ്പെടുത്തണമേ എന്ന് പറയാം. 2 കരങ്ങൾ ദൈവസന്നിധിയിൽ ഉയർത്തിയാട്ടെ. 2 കരങ്ങൾ ദൈവസന്നിധിയിൽ ഉയർത്തിയാട്ടെ. നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ദൈവത്തിന്റെ ഫേവർ ഉണ്ടാകുവാനായിട്ട് ഇടയാകട്ടെ.
മക്കളുടെ വിഷയങ്ങളിൽ ദൈവത്തിന്റെ ഫേവർ ഉണ്ടാകുവാനായിട്ട് ഇടയാകട്ടെ. ആരോഗ്യ കാര്യങ്ങളിൽ ദൈവത്തിന്റെ ഫേവർ ഉണ്ടാകുവാനായിട്ട് ഇടയാകട്ടെ. സാമ്പത്തിക കാര്യങ്ങളിൽ ദൈവത്തിന്റെ ഫേവർ ഉണ്ടാകുവാനായിട്ട് ഇടയാകട്ടെ. ബ്ലോക്കായിരുന്ന പ്രൊജക്ട്സുകൾ ദൈവത്തിന്റെ ഫേവറിനാൽ തുറക്കപ്പെടുവാനായിട്ട് ഇടയാകട്ടെ. പേരുകൾ എസ്റ്റാബ്ലിഷ്ഡ് ആകുവാൻ ഇടയാകട്ടെ. കംപ്ലീറ്റ് ആകാത്ത പ്രോജക്റ്റുകൾ കംപ്ലീറ്റ് ആകുവാൻ ഇടയാകട്ടെ. പുതിയ ആശയങ്ങളുടെ കണ്ടെത്തലുകൾ ഉണ്ടാകുവാനായിട്ട് ഇടയാകട്ടെ. ആത്മീയ വിഷയങ്ങൾ വളരുവാൻ ഇടയാകട്ടെ. കൈവെക്കുന്ന മേഖലകൾ പ്രോസ്പർ ചെയ്യപ്പെടുവാൻ ഇടയാകട്ടെ. പുതിയ പ്രോജക്റ്റുകൾ ഉണ്ടാകുവാൻ ഇടയാകട്ടെ. അടഞ്ഞ വാതിലുകൾ യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെടുവാനായിട്ട് ഇടയാകട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെടുവാൻ ഇടയാകട്ടെ. മിനിസ്ട്രിയുടെ എക്സ്പാൻഷൻ യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെടുവാനായിട്ട് ഇടയാകട്ടെ. രണ്ട് കരങ്ങളടിച്ച് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. എന്റെ വീട്ടിൽ ആരും കുറയുന്നില്ല, ആവശ്യങ്ങളൊന്നുമേ മുടങ്ങുന്നില്ല. എന്റെ വീട്ടിൽ ആരും കുറയുന്നില്ല, ആവശ്യങ്ങളൊന്നുമേ മുടങ്ങുന്നില്ല. എന്റെ ദൈവത്താൽ നിശ്ചയമനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. നിന്റെ വചനം പോലെ ഞാൻ ചെയ്യും, തന്റെ വഴിയിൽ തന്നെ നടക്കും. എന്നെ എതിർക്കുന്ന ശത്രുക്കളെല്ലാം ചിന്ന ഭിന്നമായി പോകും. എന്റെ ദൈവത്താൽ എന്നെ എതിർക്കുന്ന ശത്രുക്കളെല്ലാം ചിന്ന ഭിന്നമായി പോകും. എന്റെ ദൈവത്താൽ എന്റെ ആരോഗ്യം ദൈവദാനമല്ലോ, എൻ ശരീരവും അനുഗ്രഹിക്കപ്പെടും. എന്റെ ആരോഗ്യം ദൈവദാനമല്ലോ, എൻ ശരീരവും അനുഗ്രഹിക്കപ്പെടും. എന്റെ ദൈവത്താൽ നിശ്ചയമനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും, തന്റെ വഴിയിൽ തന്നെ നടക്കും. ജീവിതം പങ്കാളിയും എന്റെ മക്കളും എന്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും. ജീവിതം പങ്കാളിയും എന്റെ മക്കളും എന്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും. എന്റെ നന്മയ്ക്കായി അവൻ സമൃദ്ധി നൽകും, എന്നെ വിശുദ്ധ ജനമാക്കിയിടും ഞാൻ. എന്റെ നന്മയ്ക്കായി അവൻ സമൃദ്ധി നൽകും, എന്നെ വിശുദ്ധ ജനമാക്കിയിടും ഞാൻ. എന്റെ ദൈവത്താൽ നിശ്ചയമനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും, തന്റെ വഴിയിൽ തന്നെ നടക്കും. വായ്പവാങ്ങാനിട വഴികയില്ല, കൊടുക്കുവാനോ ദൈവം സമൃദ്ധി നൽകും. വായ്പവാങ്ങാനിട വഴികയില്ല, കൊടുക്കുവാനോ ദൈവം സമൃദ്ധി നൽകും. ഉയർച്ചകളെന്നും പ്രാപിക്കും ഞാൻ, ഉന്നതങ്ങളിൽ എന്നെ മാനിക്കും ഞാൻ. ഉയർച്ചകളെന്നും പ്രാപിക്കും ഞാൻ, ഉന്നതങ്ങളിൽ എന്നെ മാനിക്കും ഞാൻ. എന്റെ ദൈവത്താൽ നിശ്ചയമനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും, തന്റെ വഴിയിൽ തന്നെ
பெரியவர், நீர் மிகவும் பெரியவர். நீரே பெரியவர், நீரே பெரியவர், மிகவும் மிகவும் பெரியவர், நீர் மிகவும் பெரியவர். இயேசு புயல் காற்று படைத்தவரே, உங்கள் குறிக்குள்ள இருப்பவரே, மொத்த உலகத்தை ஆழ்பவரே, எங்கள் இதயத்தில் வாழ்பவரே. இயேசு புயல் காற்று படைத்தவரே, உங்கள் குறிக்குள்ள இருப்பவரே, மொத்த உலகத்தில் ஆழ்பவரே, எங்கள் இதயத்தில் வாழ்பவரே. நீரே பெரியவர், நீர் ஒருவர் நீரே பெரியவர், மிகவும் மிகவும் பெரியவர், நீர் மிகவும் பெரியவர். நீரே பெரியவர், நீர் ஒருவர் நீரே பெரியவர், மிகவும் மிகவும் பெரியவர், நீர் மிகவும் பெரியவர். எலோஹீம் என்னை காண்பவரே, எல் ஷடாய் சர்வ வல்லவரே, எலோஹீம் என்றும் உள்ளவரே, யேசுவா ஆட்டுக்குட்டியானவரே, எலோஹீம் என்னை காண்பவரே, எல் ஷடாய் சர்வ வல்லவரே, எலோஹீம் என்றும் உள்ளவரே, யேசுவா ஆட்டுக்குட்டியானவரே. கரங்களை உயர்த்தி துதிகளை செலுத்தி உயிர்களை எழுப்பி ஆராதிக்கின்றோம். பாட்டுகள் பாடி ஆட்டங்கள் ஆடி வெட்டங்கள் தேடி உண்மை ஆராதிக்கின்றோம். நீரே பெரியவர், நீர் ஒருவர் நீரே பெரியவர், மிகவும் மிகவும் பெரியவர், நீர் மிகவும் பெரியவர். நீரே பெரியவர், நீர் ஒருவர் நீரே பெரியவர், மிகவும் மிகவும் பெரியவர், நீர் மிகவும் பெரியவர். மலையாளே கரத்தை மலையாக்குவி, பள்ளத்தை விரித்து சமமாக்குவி, கரடுகள் முரடுகள் நீராக்குவி, செம்மையான பாதையிலே நடந்திடுவி. மலையாளே கரத்தை மலையாக்குவி, பள்ளத்தை விரித்து சமமாக்குவி, கரடுகள் முரடுகள் நீராக்குவி, செம்மையான பாதையிலே நடந்திடுவி. கரங்களை உயர்த்தி துதிகளை செலுத்தி உயிர்களை எழுப்பி உண்மை ஆராதிக்கின்றோம். பாட்டுகள் பாடி ஆட்டங்கள் ஆடி வெட்டங்கள் தேடி உண்மை ஆராதிக்கின்றோம். நீரே பெரியவர், நீர் ஒருவர் நீரே பெரியவர், மிகவும் மிகவும் பெரியவர், நீர் மிகவும் பெரியவர். நீரே பெரியவர், நீர் ஒருவர் நீரே பெரியவர், மிகவும் மிகவும் பெரியவர், நீர் மிகவும் பெரியவர். ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടക്കണേ തിരുവിധം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടക്കണേ തിരുവിധം പോൽ. നിന്നതല്ല നാം ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതെല്ലാം ദൈവമെല്ലാം തന്നതല്ലേ. നിന്നതല്ല നാം ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതെല്ലാം ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങൾ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. നടത്തിയ വിധങ്ങൾ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടക്കണേ തിരുവിധം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടക്കണേ തിരുവിധം പോൽ. സാധ്യതകളോ അസ്തമിച്ചു പോയപ്പോ, സോദരങ്ങളോ അകന്നു മാറിയപ്പോ,
യേശുനാഥൻ സകലത്തിനും ജയം തന്നുവല്ലോ. സ്നേഹം തന്നു വീണ്ടെടുത്ത യേശുനാഥൻ സകലത്തിനും ജയം തന്നുവല്ലോ. ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുവിധം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുവിധം പോൽ. ഉയർത്തില്ലെന്ന് ശത്രുഗണം വാദിക്കുമ്പോൾ, തകർക്കുമെന്ന് ഭീതിയും മുഴക്കിടുമ്പോൾ. ഉയർത്തില്ലെന്ന് ശത്രുഗണം വാദിക്കുമ്പോൾ, തകർക്കുമെന്ന് ഭീതിയും മുഴക്കിടുമ്പോൾ. പ്രവൃത്തിയിൽ വലിയവനേശുനാഥൻ കൃപകൾക്കും ജയഘോഷമുയർത്തിടുവാൻ. പ്രവൃത്തിയിൽ വലിയവനേശുനാഥൻ കൃപകൾക്കും ജയഘോഷമുയർത്തിടുവാൻ. രക്ഷകന് സ്തോത്രം, സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുവിധം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുവിധം പോൽ. സ്തുതിച്ചാലും മതി വരില്ല, വർണ്ണിച്ചാലും മതി തീരില്ല. എത്ര സ്തുതിച്ചാലും മതി വരില്ല, വർണ്ണിച്ചാലും മതി തീരില്ല. സ്വന്തം ജീവൻ തന്നെന്നെ വീണ്ടെടുത്തവൻ, തന്റെ മകനായെന്നെ ഏറ്റവൻ. സ്വന്തം ജീവൻ തന്നെന്നെ വീണ്ടെടുത്തവൻ, തന്റെ മകനായെന്നെ ഏറ്റവൻ. നന്ദിയെന്നുമുള്ള തുള്ളി പാടിടും, നാമെന്നും എന്റെ നാവ് ഘോഷിക്കും. നന്ദിയെന്നുമുള്ള തുള്ളി പാടിടും, നാമെന്നും എന്റെ നാവ് ഘോഷിക്കും. യേശുവേ രക്ഷകൻ ആർത്തുപാടിടും ഞാൻ. യേശുവേ സാക്ഷിയാം ജീവിച്ചിടും ഞാൻ. യേശുവേ രക്ഷകൻ ആർത്തുപാടിടും ഞാൻ. യേശുവേ സാക്ഷിയാം ജീവിച്ചിടും ഞാൻ. കണ്ണുനീരിൽ നിന്നും എന്റെ കണ്ണുകളെ, വീഴ്ചയിൽ നിന്നും എന്റെ കാലുകളെ. കണ്ണുനീരിൽ നിന്നും എന്റെ കണ്ണുകളെ, വീഴ്ചയിൽ നിന്നും എന്റെ കാലുകളെ. മരണത്തിൽ നിന്നും എന്റെ പ്രാണനെ സർവശക്തൻ കരുണയാൽ വിടുവിച്ചു. മരണത്തിൽ നിന്നും എന്റെ പ്രാണനെ സർവശക്തൻ കരുണയാൽ വിടുവിച്ചു. നന്ദിയെന്നുമുള്ള തുള്ളി പാടിടും, എന്റെ നാമെന്നും എന്റെ നാവ് ഘോഷിക്കും. നന്ദിയെന്നുമുള്ള തുള്ളി പാടിടും, എന്റെ നാമെന്നും എന്റെ നാവ് ഘോഷിക്കും. യേശുവേ രക്ഷകൻ ആർത്തുപാടിടും ഞാൻ. യേശുവേ സാക്ഷിയാം ജീവിച്ചിടും ഞാൻ. യേശുവേ രക്ഷകൻ ആർത്തുപാടിടും ഞാൻ. യേശുവേ സാക്ഷിയാം ജീവിച്ചിടും ഞാൻ. എന്റെ പ്രിയനെ എടുത്തു, അനുദിനമേറ്റം നന്നായി പോറ്റിടുന്നു. ഭാരമെല്ലാം എന്റെ പ്രിയനെ എടുത്തു, അനുദിനമേറ്റം നന്നായി പോറ്റിടുന്നു. ഉത്തരതുണയായ എന്റെ കഷ്ടങ്ങളിൽ യേശുവേ ഞാൻ അറിയുന്നു. ഉത്തരതുണയായ എന്റെ കഷ്ടങ്ങളിൽ യേശുവേ ഞാൻ അറിയുന്നു. നന്ദിയോടെ
ஊற்றுமே அக்கினியே இந்த நாளில் எங்கள் மீது வல்லமையோடே வல்லமை வல்லமை தாருமே தேசத்தை உமக்காக தரத்தினார் அபிஷேகம் அபிஷேகம் ஊற்றுமே அனல் பற்றி உமக்காக எழுப்பினார் வல்லமை வல்லமை தாருமே தேசத்தை உமக்காக தரத்தினார் அபிஷேகம் அபிஷேகம் ஊற்றுமே அனல் பற்றி உமக்காக எழுப்பினார் பெந்தெக்கோஸ்து நாளில் செய்தது போலே அக்கினியின் நாவுகள் பொழிந்திடுமே பெந்தெக்கோஸ்து நாளில் செய்தது போலே அக்கினியின் நாவுகள் பொழிந்திடுமே அப்போஸ்தலர் நாங்கள் செய்தது போலே இன்னும் செய்ய வேண்டுமே அப்போஸ்தலர் நாங்கள் செய்தது போலே இன்னும் செய்ய வேண்டுமே ஒப்பிடுமே வல்லமையே இந்த நாளில் எங்கள் மேலே ஒப்பிடுமே உமக்கினியே இந்த நாளில் எங்கள் மீது வல்லமையோடே வல்லமை வல்லமை தாருமே தேசத்தை உமக்காக தரத்தினார் அபிஷேகம் அபிஷேகம் ஊற்றுமே அனல் வந்து உமக்காக எழும்பினார் வல்லமை வல்லமை தாருமே தேசத்தை உமக்காக அழைத்தினார் அபிஷேகம் அபிஷேகம் ஊற்றுமே அனல் வந்து உமக்காக எழும்பினார் மக்சவானையவர் மேலும் ஒன்றுவென்றும் வாக்குதந்த ஆவியை ஒன்றுவென்றுமே மக்சவானையவர் மேலும் ஒன்றுவென்றும் வாக்குதந்த ஆவியை ஒன்றுவென்றுமே நீச்சலாக கொண்டு சென்று நீந்தல் செய்யுமே நதியாய் பாய்ந்திடுமே நீச்சலாக கொண்டு சென்று நீந்தல் செய்யுமே நதியாய் ஊற்றிடுமே வல்லமையே இந்த நாளில் எங்கள் மேலே ஊற்றிடுமே வல்லமை வல்லமை தாருமே தேசத்தை உமக்காக தரத்தினார் அபிஷேகம் அபிஷேகம் ஊற்றுமே அனல் வந்து உமக்காக எழுந்தினார் வல்லமை வல்லமை தாருமே தேசத்தை உமக்காக கலப்பினார் அபிஷேகம் அபிஷேகம் ஊற்றுமே அனல் கொண்டு உமக்காக எழும்பினார் அற்புதங்கள் வீரலாய் நடந்திடவே அற்புதத்தின் ஆவியில் வந்திடுமே அற்புதங்கள் வீரலாய் நடந்திடவே அற்புதத்தின் ஆவியில் வந்திடுமே அந்த அரசங்கிரிகள் அடங்கிடவே அக்கினியே ஊற்றிடுமே அந்த அரசங்கிரிகள் அடங்கிடவே அக்கினியே ஊற்றிடுமே ஊற்றிடுமே வல்லமையே இந்த நாளில் எங்கள் மேலே ஊற்றிடுமே உமக்கினியே இந்த நாளில் எங்கள் மீது வல்லமையே வல்லமை வல்லமை தாருமே தேசத்தை உமக்காக அழைத்தினார் அபிஷேகம் அபிஷேகம் ஊற்றுமே உமக்காக எழுப்பினார் Welcome 2015. Wish you Happy New Year. Lord's favor will be with you. Lord's favor will be with you. Lord's favor will be with you. Amen. 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 God bless you.